കൊല്ലം കടക്കലിലെ CPM അക്രമരാഷ്ട്രീയത്തെ ശക്തമായി നേരിടുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ്. മാറ്റത്തിന്റെ തുടക്കമാണ് അനുപമയിലൂടെ ആരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയും പ്രവർത്തകരും നൽകുന്ന ആത്മവിശ്വാസം വലുതാണെന്ന് കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ NDA സ്ഥാനാർത്ഥിയായി വിജയിച്ച അനുപമ സന്തോഷും ജനം ടിവിയോട് പറഞ്ഞു. ഇടതുകോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന കടക്കൽ പഞ്ചായത്തിലാണ് ആദ്യമായി താമര വിരിഞ്ഞത്. ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ തന്നെ CPMന്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നു. അനുപമ സന്തോഷാണ് വടക്കേ വയലിൽ നിന്ന് വിജയിച്ചു വന്നത്. അനുപമയ്ക്ക് നേരെ വരെ ഈ ഒരു കയ്യേറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷം BJP ഇന്ന് കടക്കൽ ടൗണിൽ തന്നെ ഒരു വിജയഭേരി ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതിലൂടെ നൽകുന്ന സന്ദേശം, അതായത് ഇവിടെയുള്ള CPM ഗുണ്ടാ പ്രവർത്തകർക്ക് അങ്ങനെ തന്നെ പറയണം അല്ലേ, അത്തരത്തിലുള്ള ആളുകൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അല്ല, ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല. ഞങ്ങളെ CPMനെ ഒരു രീതിയിലും ഇനി തടയാൻ സാധ്യമല്ല. അനുപമയുടെ ഈ കടക്കലെ വിജയം കാണിക്കുന്നത് അതാണ്. കാരണം BJPക്ക് പോസ്റ്റ് ഒട്ടിക്കാൻ അനുവദിച്ചിട്ടില്ല, BJPക്ക് പൊതുയോഗം നടത്താൻ അനുവാദമില്ല, BJPക്ക് ഫ്ലെക്സ് ബോർഡ് വെക്കാൻ പറ്റില്ല, സ്വസ്ഥമായിട്ട് അനുപമയ്ക്ക് വോട്ട് ചോദിക്കാനുള്ള അധികാരമില്ല. വോട്ട് ചോദിക്കാൻ കൂടെ നടക്കുന്നവരെ ആക്രമിക്കും, നോമിനേഷൻ കൊടുക്കുന്ന ആൾക്കാരെ ആക്രമിക്കും, നോമിനേഷനിൽ പിന്താങ്ങുന്നവരെ ആക്രമിക്കും. അതിനുശേഷം സ്ഥാനാർത്ഥികളെ പിൻവലിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, പിന്താങ്ങുന്നവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് മറ്റുള്ളവരെ പിന്താങ്ങിപ്പിച്ച് തള്ളിപ്പിക്കാനുള്ള പരിശ്രമം, എല്ലാ രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ ഇന്ന് കണ്ണൂർ കഴിഞ്ഞാൽ മുമ്പ് കണ്ണൂരെ കൊണ്ടായിരുന്നത് പോലെ കടക്കലിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇത് BJP ഒരു വെല്ലുവിളിയായിട്ട് എടുത്തിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ ജനത BJPയോടൊപ്പമാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ കടക്കൽക്കാർ താമരയ്ക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഇതറിയാവുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഏത് വിധേനയും BJPയുടെ സ്ഥാനാർത്ഥിത്വവും BJP പ്രവർത്തിക്കുന്നതിന് എതിർത്തു വരികയാണ്. ഇത് അനുവദിക്കാൻ പറ്റില്ല. CPMനെ ആദർശപരമായിട്ട് നേരിടാൻ അനുപമ എന്നയുടെ നേതൃത്വത്തിൽ BJP തയ്യാറാണ്. CPMനെ സംഘടനാ തലത്തിൽ നേരിടാൻ തയ്യാറാണ്. ഭരണമികവിൻ്റെ പേരിൽ പിണറായി വിജയൻ്റെ ഭരണമികവും നരേന്ദ്രമോദിയുടെ ഭരണമികവും തമ്മിൽ നേരിടാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞങ്ങളെ ഇനി തളയ്ക്കാൻ, ഞങ്ങളെ ഇനി തടുക്കാൻ CPMന് സാധിക്കില്ല. എന്ത് വെല്ലുവിളി ഏറ്റെടുത്തും ഞങ്ങൾ കടക്കലിൽ ഞങ്ങളുടെ BJP പതാക ഉയർത്തി തന്നെ പിടിക്കും. അതാണ് ഇവർ നൽകുന്ന സന്ദേശം. തീർച്ചയായും നേതൃത്വവും പ്രവർത്തകരും ഒക്കെ വലിയ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസമാണല്ലേ അനുപമയ്ക്ക് നൽകുന്നത്? വളരെയധികം ആത്മവിശ്വാസമാണ്. എൻ്റെ കൂടപ്പിറപ്പാണ് എൻ്റെ കൂടെയുള്ള എല്ലാ പ്രവർത്തകരും. എന്നെ ഇനി എന്തായാലും എനിക്ക് ധൈര്യമുണ്ട്. എനിക്കിനി എന്തായാലും എൻ്റെ കൂടപ്പിറപ്പ് കൂടെ ഉണ്ടാവും, എൻ്റെ നാട്ടുകാർ കൂടെ ഉണ്ടാവും എന്നുള്ളത് വിശ്വാസമുണ്ട്. ഞാൻ ഇലക്ഷന് വോട്ട് ചോദിക്കാൻ ഓരോ വീടുകളിൽ ചെന്നപ്പോഴും ഞാൻ മാറ്റത്തിന് വേണ്ടിയാണ് വോട്ട് ചോദിച്ചത്. ജനങ്ങൾ എന്നെ സ്വീകരിച്ചു. എനിക്ക് ആ മാറ്റം എൻ്റെ വിജയമാണ് എനിക്ക് തന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയാനുള്ളത് വടക്കേവയൽ വാർഡിൽ നിന്നും എന്നെ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിച്ച എൻ്റെ എല്ലാ നാട്ടുകാരോടുമാണ്. ഞാൻ ഈ നിലയിൽ ഇന്ന് ഇത്രയും നല്ല രീതിയിൽ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ വടക്കേവൽ വാർഡിലെ ഓരോ വോട്ടർമാരോടാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ന് പറഞ്ഞ തീരാത്ത അത്രയും സന്തോഷമാണ്. ഞാൻ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിട്ട് വന്നതാണ്. എങ്കിലും ഞാൻ ഇന്ന് ഈ നിലയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ നാട്ടുകാരാണ്. അതുപോലെ ഇനി 5 വർഷം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ, നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ഞാൻ 100% എനിക്ക് അവരേൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായും സത്യസന്ധതയോടും ചെയ്യുമെന്ന് ഞാൻ ഈശ്വരനാമത്തിൽ, അയ്യപ്പനാമത്തിൽ സത്യം ചെയ്യുന്നു. വലിയ തരത്തിലുള്ള ഒരു ആക്രമണമാണല്ലേ നേരിടേണ്ടി വന്നത്? വലിയ തരത്തിലുള്ളതാണ്. എൻ്റെ ഭർത്താവിനെ വീട് കയറി വന്ന് അടിക്കുകയുണ്ടായി. ഈ അരിനെരുത്തുംപാറ എന്ന സ്ഥലത്ത് വെച്ച് ആക്രമിച്ച അതേ ഗുണ്ടകൾ തന്നെ വീട്ടിലും വന്ന് CI ഓഫീസർ നിൽക്കുകയാണ്. എൻ്റെ മൊഴി എടുത്തപ്പോൾ തന്നെ എൻ്റെ കൂടെ CA ഉണ്ടായിരുന്നു, വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. അവർ മൊഴി എടുക്കുമ്പോൾ തന്നെ അനുപമയ്ക്ക് ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ അനുപമ ഒരാളെയും പേര് ഒന്നും പറഞ്ഞ് വലിയ സംഭവമാക്കി കീഴടക്കാമെന്ന് വിചാരിച്ച ഒരു മൊഴി കൊടുക്കരുത്. അങ്ങനെ എൻ്റെ മൊഴി എടുത്തത് തന്നെ ആ മൊഴി മാറ്റി അവർ വേറെ പേപ്പർ വെച്ച് എൻ്റെ കള്ള ഒപ്പിട്ടാണ് ഇപ്പം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ CIക്ക് ആയാലും നമ്മുടെ പോലീസ് ഓഫീസർക്ക് പലർക്കും പേടിയാണ് CPMൻ്റെ ഗുണ്ടകളെ. അപ്പോൾ എന്തിനെ പേടിക്കുന്നത്? നിയമം പാലിക്കേണ്ടവർ തന്നെ ഇങ്ങനെ നിയമവിരുദ്ധമായി നടപടി എടുത്താൽ ഈ ഗുണ്ടകൾ വീണ്ടും വളർന്നു വരത്തേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളൊക്കെ വിചാരിച്ചോ, നിങ്ങൾ CPMൻ്റെ ഗുണ്ടകളോട് പറയാനുള്ളത് എന്ത് തന്നെ നിങ്ങൾ കാണിച്ചാലും ഞാൻ ഈ 5 വർഷം ജനങ്ങൾക്കൊപ്പം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിനോട് എൻ്റെ കൂടെ എൻ്റെ പ്രവർത്തകരും എൻ്റെ സംഘടനയും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ഉണ്ടാകും. തീർച്ചയായും കൊല്ലം ഈസ്റ്റ് ജില്ലയുടെ പരിധിയിലാണ് ഈ ഒരു പ്രദേശം വരുന്നത്. എന്തായാലും ജില്ലാ അധ്യക്ഷ രാജീവ് പ്രസാദ് കൂടെയുണ്ട്. ഒരു വനിതയിലൂടെ തന്നെ ഒരു മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്.
കടക്കലിനെ സംബന്ധിച്ച് ഈ കടക്കലിൻ്റെ ആക്രമണ രാഷ്ട്രീയത്തിൻ്റെയും കൊലപാതക രാഷ്ട്രീയത്തിനുമുള്ള ജനങ്ങളുടെ വിധിയെടുത്താണ് അനുപമയുടെ വിജയം. നമ്മളെ സംബന്ധിച്ച് പല ഭീഷണികളും അനുപമയ്ക്കും അതേപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്കൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ അഹോരാത്രം കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത്. ഈ 5 വർഷക്കാലം ആ അനുപമയുടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായവും സഹകരണവും ഉണ്ടാകും. തീർച്ചയായും എന്തായാലും വലിയൊരു പിന്തുണ തന്നെയാണ് BJP പ്രവർത്തകരും നേതൃത്വവും അനുപമയ്ക്ക് നൽകുന്നത്. കടക്കലിൻ്റെ മണ്ണിൽ ഇനിയൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ന് BJP നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അനുപമയും ഉള്ളത്. ബിജു പരൂരിനൊപ്പം M മനോജ്, ജനം, കൊല്ലം.